നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൂടെ നിൽക്കാൻ എത്ര മികച്ചവള് വന്നാലും ശ്യാമ നമുക്കൊരു കളിപ്പാട്ടം പോലെ ആയിരിക്കണം. നമ്മൾ കീ കൊടുത്താൽ മാത്രം പ്രവർത്തിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം ചെയ്യുന്ന ഒരാൾ. അത്രേ ശ്യാമ പോകാവൂ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എടുത്തെന്താ പതിവില്ലാതെ ഈ നേരത്ത്? എനിക്കെന്താ എന്റെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. ഞാനും എന്റെ ഏട്ടനും കുട്ടികളും മാറി താമസിച്ചേ ഉള്ളൂ. പക്ഷേ ശ്യാമയായിട്ടുള്ള ബന്ധത്തിന് മാറ്റമൊന്നുമില്ല. ശ്യാമയില്ലേ? ഉണ്ട്. എന്റെ ഐശ്വര്യ, കാലങ്ങൾക്ക് ശേഷം ഒരു ബന്ധുവിനെ കാണുമ്പോ നന്നായിട്ടൊന്ന് ചിരിച്ചൂടെ നിനക്ക്? അതോ ഇക്കാലത്തിനിടയിൽ ചിരിക്കാൻ കൂടി മറന്നു പോയിട്ടുണ്ടോ? എടത്തി പറഞ്ഞത് ശരിയാ, ചിരിക്കാൻ കൂടി മറന്നുപോയി ഞാൻ. അല്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ എനിക്ക് എവിടെ സമയമുണ്ടായത്? ശ്യാമയുടെ പ്രോഗ്രാംസ്, അതിന്റെ കാര്യങ്ങള്, ആളുകളുമായിട്ടുള്ള ഇടപെടല്, ഒരു സെലിബ്രിറ്റി ആവാനൊക്കെ എളുപ്പോ. പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പാടാ. ശ്യാമയ്ക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഏടത്തിക്ക് അറിയാലോ. ശ്യാമയ്ക്കൊന്നും അറിയില്ലെങ്കിൽ എന്താ, ഐശ്വര്യക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാലോ. എടുത്തി ഇപ്പോഴും മുറിയടിച്ച് കരച്ചിൽ തന്നെയാണോ? ആര് പറഞ്ഞു? അതൊന്നുമില്ല, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അമൃതേടത്തിയോട് വരാൻ പറഞ്ഞ ഞാനാ. അശ്വതീച്ചി ശ്രീകുട്ടിയുടെ അടുത്തല്ലേ? കുറച്ചു നാളത്തേക്ക് വരാനും പറ്റില്ലല്ലോ. അതുവരെ അമൃതേടത്തി എന്നോട് നിൽക്കട്ടെ. അമൃതേടത്തിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. ഞാനല്ലേ ഇവിടെ കൂടെ. എന്റെ കാര്യത്തിൽ ഐശ്വര്യടുത്ത് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടല്ല. എടുത്തി വാ. ഐശ്വര്യ, തിരക്കൊഴിയുമോന്ന് പറയണം, സംസാരിക്കാനുണ്ട് നിന്നോട്. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ? ഇനി ഒരു താലി കേട്ടോ? അങ്ങനെ ഒരു കാര്യത്തിന് വരുൺ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? മോളെ, അത് നടന്നേ പറ്റൂ. കാടകത്ത് ഭഗവതി ക്ഷേത്രം മംഗല്യഭാഗ്യത്തിന് പേര് കേട്ടതാ. അവിടുത്തെ നടയിൽ വെച്ച് വരുൺ നിന്നെ താലി ചാർത്തണം. അതിന് സാക്ഷിയായി രാധിക ഉണ്ടാവുകയും വേണം. കാര്യം നല്ലതായാ പോലും ഞാൻ പറഞ്ഞെന്നുള്ള കാരണം കൊണ്ട് വരുൺ അതിന് സമ്മതിക്കില്ല. നീ വരുണിനെ വിളിച്ച് ഫോണൊന്ന് കൊടുക്കും. കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. വരുൺ, വരുൺ ഒന്നിങ്ങോട്ട് വരുമോ? അതെ മുത്തശ്ശി, ദേഷ്യപ്പെടാനൊന്നും നിൽക്കരുത് കേട്ടോ. ആറ്റുവാശ്ശേരിന്ന് മുത്തശ്ശിയാ, വരുണോടൊന്ന് സംസാരിക്കണോന്ന്. എന്താ മുത്തശ്ശി? മോനെ, മുത്തശ്ശിക്ക് നാളെ അമ്പലത്തിൽ ഒരു നേർച്ചയുണ്ട്. മോൻ കേട്ടിട്ടുണ്ടോന്നറിയില്ല. കാടകത്ത് ഭഗവതി ക്ഷേത്രം. എനിക്കറിയില്ല. പ്രിയങ്കയ്ക്കറിയാം. നാളെ നിങ്ങൾ രണ്ടുപേരും മുത്തശ്ശിയുടെ കൂടെ ആ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം. അതെ, എനിക്ക് ഈ ക്ഷേത്ര കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല മുത്തശ്ശി. പ്രിയങ്ക വരുന്നെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എന്നെ പ്രതീക്ഷിക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ മോനെ. ഇനി ചിലപ്പോ ഇങ്ങനെയൊരു വഴിപാട് നടത്താൻ ഞാൻ ഉണ്ടാവണമെന്നൊന്നുമില്ല. നേർച്ചകളൊന്നും ബാക്കിയിട്ടിട്ട് പരലോകത്തേക്ക് മടങ്ങാനും വയ്യല്ലോ. അങ്ങനെയുള്ള ഒരു ആത്മാവിന് മോക്ഷം പോലും കിട്ടില്ല. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം. മോനും പ്രിയങ്കയും വരുമ്പോ രാധികയെ കൂടി കൂട്ടിക്കോ. പേരക്കുട്ടികൾ എല്ലാവരും ചടങ്ങിന് ഒന്നിച്ചു നിൽക്കണം. അല്ല, അത് മുത്തശ്ശി. മോൻ എതിരൊന്നും പറയരുത്. രാധികയും പ്രിയങ്കയും കൂട്ടി മോൻ വരണം. വരാം മുത്തശ്ശി.
അല്ല, ഞാൻ കാരണം മുത്തശ്ശിക്ക് ഒരു മനപ്രയാസം ഉണ്ടാവണ്ട. രാധയും കൊണ്ട് ഞാനങ്ങ് എത്തിയേക്കാം. ആ ദേ, നാളെ രാവിലെ നമുക്ക് പോവാം. രാധയോട് ഞാൻ പറഞ്ഞോളാം. അവിടെ നിന്ന് മടങ്ങുമ്പോ രാധിക എന്ന പേര് പോലും ചിലപ്പോ വരുൺ ഓർക്കില്ല. നാളെ ഈ താലി വരുൺ പ്രിയങ്കയുടെ കഴുത്തിൽ കെട്ടും. അവരുടെ യഥാർത്ഥ മാംഗല്യം. എന്താ മാഡം? അമൃതയടുത്തായിട്ട് സംസാരിച്ചോ നീ? സംസാരിച്ചു. പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിച്ചോ? ശ്യാമ മാഡത്തിന്റെ മകളുടെ കാര്യമാണ് ചോദിച്ചത്. ഇതുവരെ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയാത്തത് നിങ്ങളുടെയൊക്കെ തോൽവിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു മാലിനി. ഒരു കാര്യം ഞാൻ പറയാം. അശ്വതി ശ്യാമയ്ക്ക് എന്തായിരുന്നോ അതിന്റെ ഇരട്ടിയാണ് അമൃത. ഈ പരസ്പരം ജീവൻ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു ബന്ധം. നമ്മുടെ നീക്കങ്ങള് വളരെ സൂക്ഷിച്ചു വേണം. അശ്വതിയെ പോലെയല്ല, അമൃതയെടുത്ത് ചോദ്യം ചോദിക്കാൻ മിടുക്കിയ. ചിലപ്പോ നമ്മളെ കുടുക്കിക്കളയും. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് നിന്നാ മതിയല്ലോ അല്ലേ? മാലിനിയോട് എന്തെങ്കിലും ചോദിച്ചാ അതെന്നോട് ചോദിക്കാൻ പറഞ്ഞാ മതി. കേട്ടല്ലോ? യെസ് മാഡം. അമൃതയെടുത്തെ കൂടെ കൊണ്ട് നിർത്തുന്നതില് ശ്യാമയ്ക്ക് കൃത്യമായ എന്തെങ്കിലും ഉദ്ദേശം കാണും. അതെന്താണെന്ന് കണ്ടെത്തണം. കൂടെ നിൽക്കാൻ എത്ര മികച്ചവള് വന്നാലും ശ്യാമ നമുക്കൊരു കളിപ്പാട്ടം പോലെ ആയിരിക്കണം. നമ്മൾ കീ കൊടുത്താൽ മാത്രം പ്രവർത്തിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം ചെയ്യുന്ന ഒരാൾ. അത്രയേ ശ്യാമ പോകാവൂ. എന്നിട്ടും ചില കാര്യങ്ങളിൽ ശ്യാമ മാഡത്തിന്റെ നീക്കങ്ങളിൽ നമുക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലോ, പ്രത്യേകിച്ച് മകളുടെ കാര്യത്തിൽ. ശരിയാണ്. അക്കാര്യം മാത്രം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമായിരുന്നിട്ട് പോലും. പക്ഷേ ദൈവങ്ങള് കാവലിരുന്നാലും ഒരുപാട് കാലം മറഞ്ഞിരിക്കാൻ പറ്റില്ല. അതെനിക്ക് ഉറപ്പാ. ശ്യാമയ്ക്ക് കരയാനാണ് വിധി. ഇതുവരെ അഖിലിന്റെ നഷ്ടത്തിൽ, ഇനി അങ്ങോട്ട് മകളുടെ നഷ്ടത്തിൽ. പ്രിയേ, അവിടുന്ന് കുറച്ച് ജീരകം ഇങ്ങെടുത്ത്. വേണമെങ്കിൽ വന്ന് എടുത്താ മതി. ഞാൻ ഈ അടുക്കള കിടന്ന് തീയും പുകയും കൊള്ളേണ്ടവളൊന്നും അല്ല. നിന്റെ ഒരു കാര്യം മാറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.